ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ വിശ്വസിക്കുന്നു. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഇന്നലെ എഡിറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു വീഡിയോ ഒക്കെ കാണിക്കാൻ മറന്നതാണ്. ഇത് പറഞ്ഞാൽ അമ്മ വാർപ്പൊക്കെ കഴിഞ്ഞാണ്ട് വൈകുന്നേരത്ത് പോവുകയാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു എപ്പോഴാണ് ബസ്സിന് ഞാൻ പോവാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ബസ്സിന് പോകണ്ട, ഒരു ഓട്ടോറിക്ഷ ഏൽപ്പിച്ചുതരാം, ആ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മനെതാ യാത്ര ആക്കണം. അമ്മ ടാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകാരെല്ലാവരും അമ്മ ചോദിക്കലുണ്ട്, എല്ലാവർക്കും സുഖമാണോ ചോദിക്കലുണ്ട്. എല്ലാവർക്കും സുഖമാണെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനും പറയലുണ്ട് എല്ലാവർക്കും സുഖമാണ് അമ്മ എന്ന്. അങ്ങനെ നമ്മുടെ അമ്മയുടെ അന്വേഷണം അതാ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ അമ്മേനെ ചോദിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരെ കുറിച്ചൊക്കെ ഞാൻ അമ്മേനോട് പറയലുണ്ട്. എല്ലാവരും നിങ്ങളെ ചോദിക്കലുണ്ട് കേട്ടോ അമ്മ എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ വലിയ നാത്തൂനാണ് കേട്ടോ പോണത്. നാത്തൂന് ഈ ഒരു ഡ്രസ്സുമേൽ തന്നെയാണ് പോണത്. ഇനി മാറ്റാനൊന്നും നേരമല്ല, നേരിട്ട് ഓട്ടോറിക്ഷക്കാണ് പോണത്. അങ്ങനെ ഇതാ രണ്ടാമത്തെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ടാറ്റൊക്കെ തന്ന് നാത്തൂനെ മാത്രം വിളിച്ചിട്ടുള്ളേന്ന് കേട്ടോ. മക്കളെ ഏട്ടന്മാരൊന്നും വിളിച്ചിട്ടില്ലേന്നു. കാരണം വേറെ ഒന്നല്ല, ഒരു വാർപ്പ് കഴിഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ വിളിക്കുകയാണെങ്കിൽ എല്ലാവരും വിളിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു രീതിക്കാണല്ലോ വാർപ്പ് കഴിച്ചത്. അതുകൊണ്ട് ചേച്ചി മാത്രം വന്നോട്ടെ വെച്ചു ചേച്ചിനോട് അങ്ങനെ പറഞ്ഞതേന്നു കേട്ടോ. ചേച്ചി അങ്ങനെ വന്നു കൂടി എല്ലാം സന്തോഷത്തോടെ കഴിച്ചു കൂട്ടിയതാ ചേച്ചിയും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ നാസറാക്കാണ് കേട്ടോ നേരത്തെ വന്നത്. അതും നമ്മളെ നാട്ടുകാരൻ ഓട്ടോറിക്ഷക്കാരൻ തന്നെയാണ്. ഇതും നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ. അപ്പം എന്നോട് ചോദിക്കുകയാണ് ഇന്നിപ്പോൾ വീഡിയോയിൽ ഇനി ഇത് ഉണ്ടാവൂലേന്ന്. ആ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാജു ചേച്ചീനെ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ക്യാമറ പിടിച്ച് ഞാനും അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ നാത്തൂന് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പോകുമ്പോൾ ഒരു വെറിയാണ്. ഇനിയിപ്പോൾ വിഷുവൊക്കെ അല്ലേ, വിഷുവിന് എല്ലാവരും വരുമല്ലോ. അപ്പോൾ ഒരു സന്തോഷ ദിവസം തന്നെ ആവും. ചിന്നുതാ അവിലും മിച്ചറാണ് കേട്ടോ തിന്നണത്. പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞ് ചെറിയ നാത്തൂനൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ ചെറിയ നാത്തൂനൊക്കെ പോയി. പിന്നെ വീട്ടിൽ ഞങ്ങൾ മാത്രമായി കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ പിന്നെ അങ്ങനെ ഇരുന്ന് കൂട്ടം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഇതാ വിഷ്ണുവിൻ്റെ അച്ഛൻ വേഗം ഇങ്ങോട്ട് ടെറസിൻ്റെ മേലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അവിടെ ഒരുപാട് പൊടികളുണ്ടായിരുന്നു. പിന്നെ ഈ ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഇങ്ങോട്ട് ചാട് തന്നെ വേണം കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ 2 സ്റ്റെപ്പ് വെച്ചാൽ മതിയെന്നില്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്റ്റെപ്പ് വേണ്ട, അതൊരു ബോറായിക്കാരം, നമുക്ക് എന്തായാലും വേണ്ടില്ല, അങ്ങോട്ട് ചാടി ഇറങ്ങിയാലും വേണ്ടില്ല, സ്റ്റെപ്പ് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. വാർപ്പ് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് നമുക്ക് ഇതാ എളുപ്പത്തിൽ വാർപ്പൊക്കെ കഴിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ സമാധാനമായിരുന്നു. നമ്മൾ വീട് പണി തുടങ്ങി അന്ന് തന്നെ നമ്മൾ ഷാഫിനോട് പറഞ്ഞിരുന്നു നമ്മളെ കഴിയണതും നമ്മളെ വീട് പണി പെട്ടെന്ന് എടുത്ത് തരണം കേട്ടോ, തീർത്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ആ വാക്ക് പാലിച്ചതിന് വളരെ സന്തോഷവും നന്ദിയുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് തീർത്തത് കൊണ്ട്. നമ്മൾ ഇന്നലെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തേന്നു കേട്ടോ. വീട് പണിയൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഇന്നലെ ഇട്ട വീഡിയോയിൽ വാർപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടിട്ട വീഡിയോയിൽ ഞാൻ ഷാഫീൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ നോക്കി വിളിച്ച് അന്വേഷിക്കാം കേട്ടോ. കാരണം പുതുതായി വീട് പണി തുടങ്ങണ കൂട്ടുകാർക്കൊക്കെ എന്തായാലും കോൺടാക്ടർ നമ്പർ ആവശ്യമാണല്ലോ, വീട് പണി തുടങ്ങണവർക്കൊക്കെ. അതുകൊണ്ട് ആ ആവശ്യത്തിനുള്ള നമ്പർ ഞാൻ നമ്മളെ വീട് പണി എടുത്ത ഷാഫീൻ്റെ നമ്പർ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് വിളിച്ച് എന്തായാലും അന്വേഷിക്കുക. കാരണം വീട് പണിയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുണ്ടോ എന്ന് എനിക്കറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. നമ്മളെ വീഡിയോൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾന്നൊരു ഓപ്ഷൻ വരും, അതും കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ പറഞ്ഞ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ ഫോണിലേക്ക് ദിവസം എത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മളെങ്ങോട്ട് പോണേ? എന്തിനാ പോണേ? വെള്ളം മുക്കാന്. രണ്ടും പറയാം. അയ്യോ ഈ പ്ലാവ് ഒക്കെ വിഷ്ണു എന്താ മഴ ചെരിഞ്ഞു മഴ. ഇതെന്ത് അയിമ 3 ചക്ക ഉണ്ടല്ലോ, 3 അല്ല 4 ചക്ക ഉണ്ട്. അപ്പൊ എന്താ സംഭവം അറിയോ? കഴിഞ്ഞ ദിവസം മഴ ഉണ്ടായ അന്ന് പ്ലാവ് ചെരിഞ്ഞതാണ്. എന്റെ ഫോണ് കൊയിച്ചടിക്കല്ലേ, കിണറ്റിക്ക് കൊയിച്ചടിക്കല്ലേ മാനെ. അങ്ങോട്ട് കയ്യിന്ന് പോയാ ഇരുട്ടാണ്ട് കാണില്ല, ക്ലിയർ ആയി. കയ്യിന്ന് പോയിട്ടില്ലേ വിഷ്ണു? ഇതൊന്നും തന്നെയാണ്. എന്നാലും
വെറുതെ ഒന്നുമില്ല. കഴിഞ്ഞോ? ഫോണാട് വെക്കി. ഒന്നും കാണില്ല. ചെമ്പട്ടി കണ്ട്. ചെമ്പട്ടി അല്ല കൊടുക്ക. എന്റെ പല്ലാണല്ലോ നട്ട പാതിരൊക്കെ എടുത്താ പിന്നെ കാണാൻ. കിണറ്റിങ്ങലിൻ്റെ അവിടെ ഭയങ്കര ഇരുട്ടാണ്. ഇത് അവിടെ കൊണ്ടുപോയിട്ട് ഇഞ്ചമണ്ടിയില്ലേ? ഇഞ്ചമണ്ടി അല്ല, ഞാൻ അങ്ങനെ വിളിക്കും ഇഞ്ചമണ്ടി. ഇത് ഞാൻ വൈകുന്നേരത്ത്, അതായത് ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരത്ത് എടുത്ത് വെച്ച വീഡിയോ ആണ് ഇന്നത്തെ ദിവസം. പിന്നെ ഇതാക്കണ് ഞാൻ ചോറൊക്കെ വെന്തതിന് ശേഷം അടുപ്പിൽ നല്ല കനലുണ്ട് കേട്ടോ. ചോറ് വെന്ത് ഞാൻ നാത്തൂൻ വന്നേന്നു കേട്ടോ. നാത്തൂനും കുട്ടികളും വൈകുന്നേരത്ത് വന്നേന്നു. അത് ഓരോ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. വെറുതെ 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും. അതുപോലെ വന്നതേന്നു. അപ്പോൾ ഓലോണ്ട് ഞാൻ ചോറ് വേഗം ഊറ്റിയതിന് ശേഷം പിന്നെ അടപ്പത്ത് വെറുതെ ഒരു കുടുക്ക വെള്ളം വെച്ചാണ്ട് ഞാൻ വേഗം വർത്താനത്തിന് വേണ്ടിയിട്ട് പോയേന്നു. അപ്പം നമ്മുടെ പുതിയ വീടിൻ്റെ അകത്തേക്ക് കയറി വന്നേന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് വർത്താനം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോഴത്തേനും തീയൊക്കെ ഏകദേശം ഇങ്ങോട്ട് കെട്ട് വന്നിട്ടുണ്ട്. അതിൽ പിന്നെ ഞാൻ വേഗം വറകട്ടി പോയാണ്ട് ഒരു കനലുള്ള കൊള്ളിയും കുറച്ച് ചുള്ളൽ വറകൊക്കെ കൊണ്ടുവന്നാണ്ട് വേഗം തീ പിടിപ്പിക്കുക. കുടിവെള്ളം വെച്ചിട്ടില്ല, ചുക്കവെള്ളമല്ല. അപ്പോൾ ഇതാ അടപ്പിലാണെങ്കിൽ ഊതിയിട്ട് ഇങ്ങോട്ട് കത്തി കിട്ടണ്ടേ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊതി കുറച്ച് നേരം ഒന്ന് വിറകൊക്കെ ചൂടാവട്ടെ എഴുതി അങ്ങനെ ഇട്ടേന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു നീറ്റിൽ വരിക. അപ്പോൾ വിറകെടുത്തപ്പോൾ എന്തെങ്കിലും ഇനി വിറകും കൊള്ളിയോ എന്തോ തട്ടിയ പോലെ എനിക്ക് തോന്നി. പേടിയാണ് രാത്രി വിറകെടുക്കാൻ പോകുമ്പോൾ. അതുകൊണ്ട് വിറകൊക്കെ ഒതുക്കി വെക്കലുണ്ട്. രാവിലേക്ക് ആവശ്യത്തിനുള്ള വിറകൊക്കെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇത് വെച്ചിട്ടില്ലേന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിറകട്ടിയിൽ പോയി. അപ്പോൾ ഇതിന് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ വിറകും കൊള്ളി തന്നെ ആവും കയ്യിന് കുത്തിയത് എന്നൊരു സംശയം. ചെറിയൊരു നീറ്റലും ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും പേടിയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കുക. അപ്പോൾ മുറിവൊന്നും കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒരു സമാധാനം. അങ്ങനെ തീയൊക്കെ ഉഷാറായിട്ട് കത്തി. പിന്നെ ഞാൻ പോയത് മടക്കി വെക്കാൻ. മേല് കഴുകിയിട്ടില്ല, മേലൊക്കെ കഴുകണം. അപ്പോൾ ഒരുപാടൊന്ന് തിരുമ്പാണ്ടായിരുന്നു കേട്ടോ. തിരുമ്പാൻ പറഞ്ഞാൽ കുട്ടികളതും ഉണ്ടായിരുന്നു. പിന്നെ പുതപ്പും വിരിയൊക്കെ ആയിട്ട് അങ്ങനെ തിരുമ്പി. അപ്പോൾ റിനു ആണ് കേട്ടോ. റിനു സൂര്യമോളടുത്തേക്ക് വന്നേന്നു, കളിക്കാൻ വേണ്ടിയിട്ട് വന്നേന്നു. പിന്നെ വിഷ്ണു ഉണ്ട് അവിടെ. പഴയ നോട്ട്ബുക്കൊക്കെ എടുത്താണ്ട്, അതായത് 7ാം ക്ലാസ്സിലെ നോട്ട്ബുക്കൊക്കെ അതിലൊരുപാട് പേജും ഉണ്ട്. അപ്പോൾ ഞാൻ അത് എടുത്താണ്ട് ചിത്രം വരക്കട്ടെ. ഓൻ അത്യാവശ്യത്തിന് ചിത്രം വരക്കും കേട്ടോ. ഓൻ ചിത്രം വരക്കണത് ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ ഇതേപോലെ ഡ്രോയിങ് വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഓനോട് പറയലുണ്ട് അതിൽ കൂടിക്കോ കുഞ്ഞേന്ന് പറയൂ കേട്ടോ. പക്ഷെ ഓൻ അതിനൊന്നും താല്പര്യമില്ല. എന്നാൽ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ വരച്ച് അങ്ങനെ കൂട്ടും. അങ്ങനെ മക്കളെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ നമ്മൾ വന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞ സന്തോഷമാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചു, അതുപോലെ തന്നെ നമുക്ക് ആകെ ഒരു റൂമേ ഉള്ളേന്ന് വീടിന്. ഇപ്പം 2 റൂമും ആയി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാളും ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിയ സിറ്റ് ഔട്ടൊക്കെ എടുത്തു. അതിൻ്റെ ഓരോ സന്തോഷത്തിലാട്ടോ. ഇനി ബാക്കി പണികളൊക്കെ എടുത്ത് തീർക്കണം. ബാക്കി പണികൾ പറഞ്ഞാൽ ഇനി തേപ്പുണ്ട്, വയറിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അതൊക്കെ നടക്കുമല്ലോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ടാറ്റാ ബൈ.